അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണ് നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ? അതായത് ഇന്ന് നമ്മൾ പ്രത്യേകിച്ചും നൗഷാദ് ഖാനെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്ന ഒരാൾ തന്നെയാണ്. ആളൊരു ലൈഫ് സ്റ്റൈൽ കോച്ചാണ്. അതായത് ഒരുപാട് ആളുകളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു ലൊക്കാലിറ്റി മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമല്ല പുറത്ത് മറ്റുള്ള ഡിസ്ട്രിക്റ്റുകളിലൊക്കെ ഹോസ്പിറ്റൽ മേഖലകളിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അവരെ ഒരു മാനേജിങ് സിസ്റ്റത്തിൽ ഫസ്റ്റ് ടൈം പോകുന്ന ഒരാളാണെന്നാണ് ഞാൻ അറിഞ്ഞു കേട്ടിട്ടുള്ളത്, അവരൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിൻ്റെ കേസിൽ. അപ്പോൾ ഇവർ ചെയ്യുന്നൊരു ട്രെയിനിങ് സെഷൻ, അതായത് ഒരു എബോവ് 40 ഉള്ള ആളുകൾക്കാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് കൂടുതലും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് വയസ്സന്മാരാണല്ല. ഞാൻ നിങ്ങളെ സ്റ്റാറ്റസ് ഒക്കെ കാണാറുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പിള്ളേർക്ക് കുറേ സ്ഥലങ്ങളുണ്ടല്ലോ അല്ലേ, ഒരുപാട് ജിമ്മ് കാര്യങ്ങളൊക്കെ. വയസ്സന്മാർക്ക് എന്താ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്? ശരിക്കും എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോലത്തെ ഒരു എബോവ് 40 കഴിഞ്ഞാൽ ജീവിതം ചിട്ടപ്പെടുത്തണം, മാറ്റണം. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു സംവിധാനം വേണമല്ലോ. അല്ല, എന്തുകൊണ്ടാണ് 40 കഴിഞ്ഞാലെന്ന് പറയാൻ കാരണം? 40 കഴിഞ്ഞാൽ നമ്മൾ ഈ 20 പോലെയോ അല്ലെങ്കിൽ 20 മുതൽ 35 പോലെയോ ഒന്നുമല്ല 40ക്ക് ശേഷം ശരീരം ഡാമേജിങ് സിസ്റ്റം കൂടുകയാണ് ശരീരത്തിന്. അവിടെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടും ശരീരത്തിൻ്റെ സിസ്റ്റങ്ങളെ ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൃത്യമായിട്ടൊരു മേൽനോട്ടത്തിലൊരാൾ വേണം, ട്രെയിനറായിട്ടുള്ള അവരെ ശരീരത്തെ പഠിച്ച്. ശരിക്ക് വ്യായാമം ചെയ്യുമ്പോൾ ശരീരത്തിൽ എന്താണ് കോശങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? കോശങ്ങൾക്ക് ആവശ്യമുള്ള കൃത്യമായ രീതിയിലുള്ള ഓക്സിജനും ഗ്ലൂക്കോസിനും എത്തപ്പെടുക എന്നുള്ളതാണ് ആദ്യത്തേത്. വ്യായാമം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് കാര്യമൊന്നുമില്ല, അതിനൊരു സിസ്റ്റമുണ്ട്. നമ്മുടെ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മളെ ശരീര സിസ്റ്റങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്യായാമങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ലക്ഷ്യത്തിൽ ആദ്യത്തേത് വേണ്ടത് എൻ്റെ ഫാറ്റ് കുറക്കണമെന്നോ ഒരുപാട് വെയിറ്റ് എടുക്കണമെന്നോ എൻ്റെ മസിൽ വീർപ്പിക്കണമെന്നോ ഒന്നുമല്ല. അതൊക്കെ നമ്മളെ എന്താ പറയുക, നമുക്ക് മുദ്ര കുത്തപ്പെട്ട കുറേ സ്ഥലങ്ങളാണ്. സെക്കൻഡ് ഓപ്ഷനും അല്ല. വ്യായാമത്തിൻ്റെ പേരിൽ കോസ്മെറ്റിക് ഫിറ്റ്നസ് നമ്മളിപ്പോൾ ഒരാളെ സ്വാഭാവികമായ ഭംഗിക്കപ്പുറത്തേക്ക് നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കിയിട്ട് മുന്നിൽ നിർത്താം. അതൊന്ന് മുഖം കഴിക്കാൻ അതിനർത്ഥം അവരുടെ നാച്ചുറൽ ബ്യൂട്ടി അതാണെന്നാണോ? അല്ല. ശരിയായിട്ടാണ്. ഇതുപോലെ തന്നെയാണ് വ്യായാമത്തിൻ്റെ കാര്യങ്ങൾ വേണ്ടത്. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് പല കാര്യങ്ങളും നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായ പ്രോട്ടീൻ അടിച്ചു ശരീരത്തിന് ദോഷകരമായ രീതിയിൽ മെഡിസിൻ ഉപയോഗിച്ച് മസിലുകളെ വീർപ്പിച്ചിട്ട് നടക്കുന്നത് കോസ്മെറ്റിക് ഫിറ്റ്നസ്സാണ്. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ എന്താ പറയുക, നമ്മളിൽപ്പെട്ട പല ആൾക്കാരും തയ്യാറായിട്ടുണ്ട്. അത് നമ്മൾ ഏകദേശം നിങ്ങളടുത്ത് എത്ര ആളുകൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ഒരുപാടുണ്ട്. എൻ്റെ നാട്ടിൽ ഒരാളെ അവൻ്റെ സിസ്റ്റങ്ങൾ അംഗീകരിക്കാൻ സാധാരണ ഇതിൽ ഏതൊരു വിമർശനം ആദ്യം കിട്ടില്ല നാട്ടിൽ തീർച്ചയായിട്ടും അല്ലേ. പക്ഷെ എൻ്റെ നാട്ടിൽ എൻ്റെ സിസ്റ്റങ്ങൾ അംഗീകരിക്കപ്പെട്ടു. എൻ്റെ സിസ്റ്റങ്ങളല്ല, ഞങ്ങളുടെ സിസ്റ്റങ്ങൾ. ഞാനെന്ന വ്യക്തിക്കല്ല ഇവിടെ പ്രാധാന്യമുള്ളത്, നമ്മളെന്നൊരു ടീമിനാണ് പ്രാധാന്യമുള്ളത്. ഈ ടീമിനകത്ത് ഡോക്ടേഴ്സ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സപ്പോർട്ടുണ്ട്, സൈക്കോളജിസ്റ്റുകളുടെ സപ്പോർട്ടുണ്ട്, ക്ലിനിക്കൽ ന്യൂട്രീഷ്യന്മാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാനുൾപ്പെടെ എക്സസൈസുകളെ പറ്റിയിട്ട് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന, അതൊരു ഫിറ്റ്നസ് ട്രെയിനിങ്ങോ വെയിറ്റ് ഉയർത്താനോ അല്ല, എക്സസൈസുകൾ എങ്ങനെയാണ് മെഡിസിൻ ആക്കുക, ഇതാണ് നമ്മളുടെ ജീവിതം. അപ്പോഴാണ് അങ്ങനെ ഒരു സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴാണ് ഈ ടീമാണ് ഈ വയസ്സന്മാരെന്നും ചെറുപ്പക്കാരാക്കി നിലനിർത്തുന്നത്. ഈ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ എഴുതണതാണ്, അതുപോലെ ഡോക്ടർമാർ ഈ വ്യായാമത്തെ എഴുതാറുണ്ട്. അവന് എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ ഏതെങ്കിലും ഡോക്ടർ പഠിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാം? എൻ്റെ അറിവിലില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് എന്താണ് ഈ എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ഫസ്റ്റിലായിരിക്കും കേൾക്കുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഈ പിന്നെ ചില ഈ ഡിസ്ക് പ്രോബ്ലം അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകൾ പലപ്പോഴും ഡിസ്ക് പ്രോബ്ലം മാത്രമല്ല. ഞാനൊരു വളരെ ചെറിയായിട്ടുള്ള ഉദാഹരണം പറയാം. നിങ്ങളെ സംബന്ധിച്ച് ഫാറ്റ് ലിവർ ഉണ്ട്, ഇന്ന് സാർവത്രികമായിട്ട് ഫാറ്റ് ലിവർ നമ്മൾ കാണുന്നുണ്ട്. ഫാറ്റ് ലിവറുള്ള ആളുകൾക്ക് എന്താ ഡോക്ടർ പറയാറ്? ഏതെങ്കിലും രീതിയിലുള്ള എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇല്ല. കാരണം എക്സസൈസുകളെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് പഠിക്കാൻ ഇന്ന് നമ്മുടെ നാട്ടിൽ സംവിധാനമൊന്നുമില്ല. വിദേശങ്ങളിലുണ്ട്. ലൈഫ് സ്റ്റൈലുകളെ കൃത്യമായിട്ടും പഠിക്കാനുള്ള സംവിധാനങ്ങൾ. ഇപ്പോൾ അമേരിക്കൻ കോളേജ് ഓഫ് ലൈഫ് സ്റ്റൈൽ സയൻസ് കൃത്യമായിട്ടും ഇതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ലോകത്ത് പലയിടത്തുണ്ടെങ്കിലും ഇന്ത്യയിൽ പലപ്പോഴും ഇത്തരം സ്ഥാപനങ്ങൾ കാണാറില്ല. അപ്പോൾ ഇത് ജീവിതത്തിൽ അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരട്ടെ. നേരത്തെ ഫാറ്റ് ലിവറിന് എന്താണ് ചെയ്തു കൊടുക്കാൻ നമുക്കറിയില്ല. നടക്കണം, ഓടണം എന്നൊക്കെയാണ് പറയാറ്. എന്നാൽ ഇതേപോലുള്ള മറ്റൊരു പേഷ്യൻ്റ് നമ്മൾ എടുക്കുക, അവരെ സംബന്ധിച്ച് പ്രോസ്റ്റേറ്റ്
റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ക്യാൻസർ അല്ല, പ്രോസ്റ്റേറ്റ് ബൾജിങ് ഉണ്ട് നോക്കുക. പലപ്പോഴും മൂത്ര തടസ്സങ്ങളും മറ്റു ഇഷ്യൂസൊക്കെ ചില വ്യായാമങ്ങളിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും. എവിടെയാണ് റിസർച്ച് ചെയ്യുന്നത്? ഇതേ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുന്ന ഏത് മേഖല നമ്മുടെ നാട്ടിലുണ്ട്? ഉണ്ടോ? ഇല്ല. ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് മുട്ടുവേദന, ഈ മുട്ടുവേദനയ്ക്ക് നമ്മൾ സാധാരണ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചില ഡോക്ടർമാർ പറയും ഇമ്മീഡിയറ്റ് സർജറി പറയും. അതൊരു കോർപ്പറേറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞാനതിനെ യോജിക്കുന്നവരും വിയോജിക്കുന്നവരൊക്കെ ഉണ്ടാവാം. പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ള പല ഡോക്ടർമാരും ഈ സിസ്റ്റത്തിനോട് എന്ത് ചെയ്യുന്നുണ്ട്? യോജിക്കുന്നുണ്ട്. അവരാദ്യം എക്സസൈസുകളിലൂടെ കാലിൻ്റെ മസിലുകൾ സ്ട്രെങ്ത് ചെയ്തിട്ട് ആ വേദന പരിഹരിക്കാൻ അവർ നോക്കാറ്. ഇനിയും ഒട്ടേറെ മേഖലകൾ മറ്റേ ഈ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ കണ്ടെത്തിയിട്ട് ആ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യപ്പെടുന്നതാവണം വ്യായാമങ്ങൾ. അവൻ്റെ ഗോള് ഒരിക്കലും ഫാറ്റ് ലോസോ മസിൽ ബിൽഡോ ഒന്നും ആവരുത്. അവൻ്റെ ഗോളുകളിലുള്ളത് അവൻ്റെ വേദനകൾ എങ്ങനെ പരിഹരിക്കാം, അവൻ്റെ ശരീര ചലനങ്ങൾ എങ്ങനെ ക്രമീകരിക്കാം, എങ്ങനെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി നിലനിർത്താം, ശരീരത്തിലെ ന്യൂറോ ട്രാൻസ്മിഷൻ സെല്ലുകളിൽ എത്തുന്നത് തടസ്സം കൂടാതെ എങ്ങനെ നടത്താം, ജോയിൻറ്റുകളിലെ സ്റ്റിഫ്നെസ് ഒഴിവാക്കുന്നത്. ഇതൊക്കെ നമ്മളോട് ഇന്ന് എക്സസൈസുകളെ പറ്റി പറയുമ്പോൾ ആരെങ്കിലും പറയാറുണ്ടോ? അതുപോലെ തന്നെ ഈ ഫാറ്റി ലിവറിൻ്റെ കാര്യത്തിൽ നമുക്ക് വ്യായാമത്തോട് കൂടി തന്നെ ഈ ഡയറ്റിങ് തീർച്ചയായിട്ടും ഷുഗറിൻ്റെ കാര്യത്തിലും ഫാറ്റ് ലിവറിൽ മാത്രമല്ല, നിങ്ങളെ അടുത്ത് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് സ്റ്റാർട്ടിങ് ഫാറ്റ് ലിവർ മുതൽ. അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റിങ് പ്രധാനമാണ്. അതൊന്നും ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അവർ മെയിൻ മരുന്നുകൾ മാത്രമേ കൊടുക്കുള്ളൂ. തീർച്ചയായിട്ടും അത് ശരിയല്ലേ? ഞാനത് വിമർശിക്കപ്പെടുകയല്ല ചെയ്തത്. കൃത്യമായിട്ട് പഠിക്കുന്ന ഡോക്ടർമാരുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റിൽ നമ്മളുടെ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരാളെ കൃത്യമായിട്ട് അസസ്മെൻ്റ് ചെയ്യും. എന്നിട്ട് അതിൽ റിസ്ക്കുകൾ കണ്ടെത്തും. അവരുടെ ഈ റിസ്ക്കുകൾ ഡയഗ്നോസ് ചെയ്യേണ്ടതും ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതും ഡോക്ടേഴ്സാണ്. നമ്മുടെ ടീമോട് ചേർന്ന് നിൽക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. പല പ്രശസ്ത ഡോക്ടർമാരുണ്ട്. ഡോക്ടർമാർ ഞങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വിടാറുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഞാനീ പറയുമ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ഒരു ഷുഗർ രോഗിനെ ഞങ്ങളുടെ അടുത്ത് വിട്ടിട്ട് അങ്ങനത്തെ റിസൾട്ട് വന്ന പോലെ എത്ര കാണണം നിങ്ങൾക്ക്? എത്ര കാണണം? ഷുഗർ രോഗിയോ? ബാക്കിയുള്ളതോ? അല്ല, ഞാനീ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഒരു ചെറിയൊരു ഒരു റിക്വസ്റ്റാണ് സംഭവത്തെ അറിയാനുള്ളത്. അവനവനെ കുറിച്ച് പഠിക്കാനാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അവനവൻ്റെ പാരമ്പര്യ രോഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. സെയ്ദിന്റെ പാരമ്പര്യ രോഗങ്ങളെ കുറിച്ച് അറിയോ? അറ്റാക്ക് ഫാമിലിയിൽ. ശരി. ഇനി രണ്ടാമത് അവനവൻ്റെ വിദ്യാഭ്യാസത്തിൽ ആദ്യം പഠിക്കേണ്ടത് കാര്യം എന്താ വെച്ചാൽ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചും കൂടി നമ്മൾ അറിയണം. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾക്ക് അവിടെ വന്ന് നിങ്ങളെ കൂടെ ജോയിൻ ചെയ്യണമെന്നുണ്ടാവും. എങ്ങനെയാണ് അതിന്റെ ഫോർമാലിറ്റീസ്? എൻ്റെ കൂടെ ജോയിൻ ചെയ്യണം എന്നുള്ളതല്ല, എൻ്റെ കൂടെ ജോയിൻ ചെയ്യണം എന്നുള്ളതല്ല ഞാൻ പറയാറ്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് വിദേശങ്ങളിൽ കുറേ ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരിക്കൽ അവരെന്നെ വന്ന് കണ്ടിട്ടുണ്ടാവും. എന്നെ അല്ല കേട്ടോ, ഓൺലൈനായിട്ട് ക്ലാസ് കൊടുക്കുന്ന അല്ല. ഒരിക്കലും അവിടെയാണ് നമുക്കൊരു കൂടെ പ്രശ്നമുള്ളത്. ഓൺലൈനിൽ ഒരുപാടധികം ഫിറ്റ്നസ് സിസ്റ്റങ്ങളെ പറ്റിയിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഫിറ്റ്നസ് വീഡിയോകൾ കാണുന്നുണ്ട്, അല്ലേ? ഞാൻ അതിനോട് യോജിക്കാത്ത ഒരാളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരീര സിസ്റ്റങ്ങളുടെ പഠിക്കാതെ, ഒരു വ്യക്തിയുടെ ശരീരം അവൻ്റെ മസിലുകളും പഠിക്കാതെ, അവനെ കൃത്യമായിട്ടും മെഡിക്കൽ അസസ്മെന്റുകൾ ചെയ്യാതെ, അവൻ്റെ രോഗങ്ങളെ കുറിച്ചിട്ടോ അവൻ്റെ ബാക്കി കാര്യങ്ങളോ പഠിക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് വ്യായാമം ചെയ്തു തുടങ്ങിയപ്പോൾ? വ്യായാമത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒരിക്കലും ഫാറ്റ് ലോസുകളോ മസിൽ മാസുകളോ അല്ല. സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവനവൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരം. എൻ്റെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റുകളിൽ എവിടെയാണ് തടസ്സമുള്ളത്, എൻ്റെ സ്വാഭാവിക ജീവിതത്തിൻ്റെ പ്രക്രിയകളിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, ലക്ഷ്യങ്ങൾ അവിടെയാണ് തുടങ്ങേണ്ടത്. നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. അപ്പം എനിക്കറിയാമല്ലോ, ഇരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? പഠിക്കുന്നത്. അപ്പം നമ്മളുടെ ലക്ഷ്യത്തിൽ കാണേണ്ട ഫസ്റ്റ് കാര്യം നമ്മളുടെ ശരീരത്തെ ബാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഞാൻ ഇത്ര തടിയുണ്ട് തീർക്കല്ല, എനിക്ക് എൻ്റെ സ്വാഭാവിക പ്രക്രിയകളെല്ലാം തന്നെ തടസ്സം കൂടാതെ ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് ആദ്യത്തിൻ്റെ ലക്ഷ്യം. ശരീരത്തിൻ്റെ വേദനകൾ കൂടാതെ
എനിക്ക് എൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയണം എന്നുള്ളതാണ്. എൻ്റെ രോഗാവസ്ഥകൾ, ഞാനൊരു ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻ്റ്, അതിന് കൺട്രോൾ ചെയ്യപ്പെടും. ഹാപ്പിനെസ് ഉണ്ടാവണം. ഇതൊക്കെയാണ് ജീവിതത്തിൽ ആദ്യം ലക്ഷ്യം കൊടുക്കേണ്ടത്. ഈ ലക്ഷ്യം മറികടന്നിട്ടാണ്, ഈ ലക്ഷ്യം കഴിഞ്ഞ ശേഷമാണ് അടുത്ത ലക്ഷ്യത്തിലേക്ക് വെക്കേണ്ടത്. അപ്പോൾ സ്വാഭാവിക പ്രക്രിയകൾ തടസ്സം കൂടാതെ നടത്താൻ കഴിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്. ഒരു 50 വയസ്സ് കഴിഞ്ഞതിനെ സംബന്ധിച്ചിട്ട് പരസഹായം കൂടാതെ അവൻ്റെ ദൈനംദിന പ്രക്രിയകൾ മരിക്കുന്നത് വരെ ചെയ്യാൻ പോകുക എന്നുള്ളതാണ്, അല്ലേ? അല്ല, അത് അങ്ങനെ 100-102 വയസ്സുള്ള ഒരു വോട്ട് ചെയ്യാൻ ഈസി ആയിട്ട് നടന്നു വരുന്ന അതിന് തീർച്ചയായിട്ടും ആദ്യം വേണ്ടത് നമ്മളെ ഭക്ഷണങ്ങൾ ക്രമീകരിക്കുക, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുക, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ തൂണിന്റെ അടുത്തതാ മെന്റൽ ലൈഫിന്, അതായത് നല്ല സൗഹൃദങ്ങൾ, സ്ട്രെസ് ഒഴിവാക്കുക, തുറന്ന് പറയാനുള്ള എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ മനസ്സിലെ വിഷമങ്ങളും എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ബിസിനസ് സാധ്യതകൾ ഉപയോഗിക്കാനോ എന്നെ അതിലേക്ക് ചീറ്റ് ചെയ്യാനോ ശ്രമിക്കാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നല്ല സൗഹൃദങ്ങൾ. ഈ സൗഹൃദങ്ങളോട് കൂടെ തന്നെ കൃത്യമായിട്ട് നമ്മളുടെ നിങ്ങൾ പറഞ്ഞ ബിസിനസ് സൗഹൃദങ്ങളുണ്ട്. രണ്ടാ ബിസിനസ് സൗഹൃദങ്ങളിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ വിഷമങ്ങൾ തുറന്നു പറഞ്ഞ് സംസാരിക്കാൻ പറ്റില്ല. അത് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടും, അല്ലെ? നിങ്ങളെ മിസ്യൂസ് ചെയ്യപ്പെടും. അതൊരു സൗഹൃദമല്ല. നിങ്ങളെ തിരിച്ചറിയുന്നവനാണ്, നിങ്ങൾക്ക് അത്താണിയാവുന്നവനാണ് നിങ്ങളെ ഫ്രണ്ട് ആവേണ്ടത്, അല്ലേ? ശരിയല്ലേ? ശരിക്കും അതൊരു ഹെൽത്തി ലൈഫിന്റെ ഭാഗം തന്നെയാണല്ലേ ഒരു നല്ല സൗഹൃദങ്ങൾ. നല്ല രീതിയിൽ ഇന്ന് സമൂഹത്തില് മനസ്സിനുള്ളിൽ വിഷമാണ് എല്ലാവരുടെയും. ഈ വിഷം ഈഗോ കാര്യങ്ങളായിട്ടുള്ള ഈഗോ മാത്രമല്ല, മറ്റുള്ളവരോട് നമ്മൾ എടുക്കുന്ന സ്നേഹവും അവനക്ക് കൊടുക്കേണ്ട പരിഗണനയും ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോ നമ്മൾ അടുത്ത തൂണിൽ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങളുടെ ജീവിതശൈലികളെ രോഗങ്ങൾ കണ്ടെത്തണം. ഈ രോഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായ ഇടവേളകളിലുള്ള മെഡിക്കൽ ചെക്കപ്പുകൾ എന്നുള്ളത് അതിന്റെ ഭാഗമാണ്. ഇത് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. എന്തുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ ഈ ഒരു പാരമ്പര്യ അല്ല, വിദ്യാഭ്യാസത്തിന് മറ്റൊരു 1-2 പ്രശ്നങ്ങൾ ഞാൻ പറയാം. ആരെയും വിമർശിക്കാനല്ല, സമൂഹത്തിൽ മാറ്റം വരുത്താനാണ്. ദയവായിട്ട് ഇത് വിമർശനമായിട്ട് കരുതരുത്. ഫ്യൂച്ചറിൽ നമ്മളെ ജനറേഷന് വേണ്ട ഒരു ചെറിയൊരു ഉപദേശമായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വിദ്യാഭ്യാസ ഘട്ടത്തിൽ ആവശ്യം ഉണ്ടായതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഫ്യൂച്ചറിൽ പിന്നീടുള്ള ജീവിതത്തിൽ ഇതിൽ എത്രത്തോളം ഉപകാരപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഒന്ന്, നമ്മളെ പറ്റിയിട്ട് എങ്ങനെ പഠിക്കാമെന്ന് നമ്മളെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചോ? ഇല്ല. അല്ല, ഇതൊക്കെ പോട്ടെ, വേറെ സെക്ഷനാണ്. പക്ഷെ വേസ്റ്റ് മാനേജ്മെന്റ് വേറെ സെക്ഷൻ ഒന്നുമല്ല, അത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാ. എൻവയോൺമെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഞാൻ നമ്മളെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചോദിച്ചോട്ടെ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തം കുഴഞ്ഞു വന്നാൽ അവന് കൊടുക്കേണ്ട പ്രാഥമിക ശുശ്രൂഷകളെ പറ്റി, CPR കാര്യങ്ങളോ എന്താ ചെയ്യാ? CPR-നെ പറ്റിയിട്ട്, CPR എന്ന് പറഞ്ഞിട്ട് കുറെ കോപ്രായത്തങ്ങളും കാണിക്കുന്നുണ്ട്. ക്വാളിറ്റി CPR എങ്ങനെ കൊടുക്കുന്നു? ഈ വ്യക്തിക്ക് അറ്റാക്ക് ആണോന്നോ, എപ്പോഴെങ്കിലും പ്രഥമ ശുശ്രൂഷകളെ പറ്റിയിട്ട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നിങ്ങൾ സ്കൂളിൽ കണ്ടിട്ടുണ്ടോ? ശരിക്കും ഒരാൾ കുഴഞ്ഞു വീണാൽ അറ്റാക്ക് ആണോ അതോ സ്ട്രോക്ക് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുക കൃത്യമായിട്ടും. പക്ഷെ അത് സബ്ജക്റ്റ് മറ്റൊന്നായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് എടുക്കുന്നില്ല. നമ്മൾ അതിന് വളരെ സിമ്പിളായിട്ട് പറയാം, നമ്മൾക്ക് റെസ്പോൺസ് തരുന്ന ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇതിൻ്റെ ഭാഗമായിട്ടല്ല എങ്കിൽ കൂടിയിട്ട് ഞാൻ പറയട്ടെ. അപ്പോൾ നമ്മൾ ഏതൊരവസരത്തിലും നമ്മളൊരാളെ ജീവൻ രക്ഷിക്കാൻ പോകുന്നതിന് മുമ്പ് അവനവൻ്റെ ജീവൻ സുരക്ഷിതമാക്കണം. സീൻ സേഫ്റ്റി. നമുക്കറിയാം, കോഴിക്കോട് നൗഷാദ് എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവറുടെ മരണമൊക്കെ അല്ലേ, 2 അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നൗഷാദ് മെയിൻ ഹോളിൽ ഇറങ്ങിയത്, ഓടയിൽ വന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയത്. ആരും ഇറങ്ങാൻ കഴിയാത്തൊരു സമയത്ത് പെട്ടെന്ന് അവിടെ എന്ത് സംഭവിച്ചു? നൗഷാദിന് എന്തുകൊണ്ട് അവരവിടെ മരിച്ചു? അവിടെ ഉണ്ടായിരുന്ന വിഷവാതകത്തിൻ്റെ സാന്നിധ്യം അവരെ ജീവനെടുത്തു. ഈ അപകടം അവിടെ പരിധിക്ക് അതിനുവേണ്ട ഒരു സുരക്ഷാ മുൻകരുതലും എടുക്കാതെയാണ് നൗഷാദ് എന്ത് ചെയ്തത്? ഇറങ്ങേണ്ടി വന്നത്, മെയിൻ ഹോളിൽ ഇറങ്ങിയത്. ആ മരിച്ച ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകൾ അതിനു മുമ്പ് അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ നൗഷാദിന് കഴിഞ്ഞിട്ടില്ല. നൗഷാദിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താനോ കഴിഞ്ഞോ? ഇല്ല. അപ്പോൾ ഒരു ഉപകാരവും ഇല്ലാണ്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി. ഏതൊരു പ്രഥമ ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും ഇത്തരം അപകട രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ആദ്യം പഠിക്കേണ്ട പാഠം സ്വന്തം ജീവൻ എങ്ങനെ സുരക്ഷിതമായിട്ട് വെക്കണം.
2, സീൻ സേഫ്റ്റി എന്നുള്ള പാർട്ട് കഴിഞ്ഞാൽ ഇയാളുടെ റെസ്പോൺസ് നോക്കും. ഈ റെസ്പോൺസിലാണ് അല്ലെങ്കിൽ ആ തിരിച്ചറിയലിലാണ് ഇയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത്. റെസ്പോൺസ് ഉള്ള ഒരാളാണ് നമുക്ക്, തീർച്ചയായിട്ടും അയാൾക്ക് എന്തില്ല, ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചിട്ടില്ല അല്ലേ. നമ്മൾ തട്ടി വിളിച്ച് നോക്കി, റെസ്പോൺസ് നോക്കി, റെസ്പോൺസ് ഉണ്ട്, നമുക്ക് അയാൾക്ക് CPR കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീൻസ് തിരിച്ചറിഞ്ഞു 2 റെസ്പോൺസ് ഇല്ല, പക്ഷേ അയാളുടെ ശ്വാസമുണ്ട്, എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ റെസ്പോൺസ് കിട്ടുന്ന ഭാഗമില്ല, തലച്ചോറാണ് റെസ്പോൺസ് തരുന്നത്. പക്ഷേ തലച്ചോറിലേക്ക് റെസ്പോൺസ് കിട്ടുന്നുമില്ല, ഹൃദയം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് അറ്റാക്കാണോ? അല്ല, അത് തലയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡാമേജുകളാവാം. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ നമ്മുടെ സബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല, സോറി. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. ഓക്കെ. അതായത് പിന്നെ ഷീത, ഞാനൊരു ചോദ്യം, അതായത് ഇപ്പോൾ നൗഷാദ് പറയുന്ന കേസിൽ ഏകദേശം ഒരു 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഏറ്റവും ബെറ്റർ ആവുക ഒരു, നിങ്ങൾ പറഞ്ഞപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ കൂടുതലും ഒരു മസിൽ മാസ് കാര്യങ്ങൾ ആ ഒരു രീതിയിലുള്ള സിസ്റ്റങ്ങളാണല്ലോ. അവിടെയും ഒരു കാർഡിയാക് എക്സസൈസ് ഉണ്ടാവും, ഇല്ല എന്നല്ല, പക്ഷെങ്കിലും അവർക്ക് ഏറ്റവും ബെറ്റർ ആവുക ഈ ഒരു സിസ്റ്റം തന്നെ ആയിരിക്കാം അല്ലേ ഒരു പക്ഷേ, ഒരു ലൈഫ് സ്റ്റൈൽ, അതായത് ആളുടെ. നമ്മളൊരു എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് നമ്മളുടെ പരിധികളും പരിമിതികളും മനസ്സിലാക്കിയിട്ട് എക്സസൈസ് ചെയ്യാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? എൻ്റെ ശരീരത്തെക്കുറിച്ച് എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെക്കാൾ കൂടുതൽ ഞാൻ മനസ്സിലാക്കണം. എനിക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്തൊക്കെ എനിക്ക് അപകടങ്ങളുണ്ട് അല്ലേ. അപ്പോൾ സെൽഫ് അസസ്മെൻറ്റ് ചെയ്തിരിക്കണം. ഞാൻ കാർഡിയോവാസ്കുലർ ഡിസീസുകളുണ്ടോ, എൻ്റെ സ്റ്റാമിന ലെവൽ എന്താണ്, എൻ്റെ ശരീരത്തിൻ്റെ മസിലുകളുടെ പവർ എന്താണ്, എൻ്റെ ചലനങ്ങളുടെ കൃത്യത എന്താണ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസത്തിലെത്തുമ്പോൾ തന്നെ ഫസ്റ്റിലെ പാഠം, അത് ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് പറയുന്നത്, അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തതാണ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എമർജൻസി ട്രീറ്റ്മെൻറ്റുകളോടും പ്രാധാന്യമുള്ളതാണ് സ്വന്തത്തെ എങ്ങനെ തിരിച്ചറിയാം, അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അവനവന് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്നും അതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണമെന്നും പഠിപ്പിക്കേണ്ടത് സ്കൂൾ വിദ്യാഭ്യാസത്തിലാണ്. അപ്പോൾ പാരമ്പര്യ രോഗങ്ങൾ എന്താണെന്നും ആ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്താണെന്നും ആ ലക്ഷണങ്ങൾ നമുക്കുണ്ടോ എന്നും നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ നമ്മൾ സ്വയം മാറാൻ തുടങ്ങും. അല്ലാതെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം തന്നെ കല്യാണം ആലോചിക്കുമ്പോൾ വരെ പാരമ്പര്യ രോഗങ്ങൾ ഉണ്ടോ, അതായത് ഒരു വീട്ടിലാർക്കെങ്കിലും ഷുഗർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കേസ് എൻ്റെ ഒരു തമാശ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയട്ടെ, സീരിയസ്നെസ് ഉണ്ടായില്ല, കുറേ കാര്യങ്ങളുണ്ട്. കല്യാണം ആലോചിക്കുമ്പോൾ അത് മാത്രം ചിന്തിച്ചാൽ പോരാ, നമുക്കറിയാം. അല്ല, ഞാൻ അതിന്റെ മുന്നായിട്ട് ഏതൊക്കെ രോഗങ്ങളാണ് പാരമ്പര്യമായിട്ട് വരുന്നത് എന്നുള്ളൊരു, ഒരുപാട് രോഗങ്ങൾ പാരമ്പര്യമുണ്ട്. മെയിനായിട്ട് ക്യാൻസർ പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്, അറ്റാക്ക് വരുന്നുണ്ട്, മീൻസ് ഷുഗർ, മീൻസ് കാർഡിയോവാസ്കുലർ ഡിസീസസ്, ന്യൂറോ ഡിസീസസ് അല്ലേ, യൂറിനറി, കിഡ്നി ഫങ്ഷനുകൾ, ശരീരത്തിൻ്റെ ഫങ്ഷനിലെല്ലാം പ്രശ്നങ്ങൾ ബാധിക്കാം. ഇതെല്ലാം പാരമ്പര്യമുണ്ട്. പാരമ്പര്യത്തിൻ്റെ വലിയൊരു ഘടകമുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? രോഗികൾക്ക് പോലും പാരമ്പര്യ രോഗങ്ങളെ നമുക്ക് മറികടക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞേക്കില്ല, പക്ഷേ നമുക്ക് ഇന്ന് വരുന്നത് വൈകിപ്പിക്കാൻ സാധിച്ചേക്കാം. അതിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ജീവിതശൈലികളെ ക്രമീകരിക്കുക എന്നുള്ളത് തന്നെയാണ്, ചിട്ടപ്പെടുത്തുക. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ജീവിതശൈലികളെ ചിട്ടപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിന് കുറേ കാര്യങ്ങൾ വേറെ ഉണ്ട്. എന്താണ് ജീവിതശൈലികളെ ചിട്ടപ്പെടുത്തുക? ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ പറ്റും, ഹെൽത്തിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് എന്താ? ഭക്ഷണം, എക്സസൈസ് മാത്രമല്ല. ശരിയാണോ? അത് ഭക്ഷണം മെയിനാണ്, പിന്നെ എക്സസൈസ്, പിന്നെ മാനസിക ഉല്ലാസം, പിന്നെ ഉറക്ക് കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു അല്ലേ. ഒരു പക്ഷേ ഉറക്കം കാര്യങ്ങൾ അതിലൊക്കെ അൺബാലൻസ് വരുമ്പോൾ നല്ലോണം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു മേൽക്കൂര പണിയുമ്പോൾ, ഒരു ടെൻറ്റ് കെട്ടുമ്പോൾ ആ ടെൻറ്റിന് 4 തൂണുകളുണ്ടാവും അല്ലേ. അതെ. ഈ 4 തൂണുകൾ കൂടാതെ ഒരു ആരോഗ്യത്തിന് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 5 തൂണുകൾ കൃത്യമാകുമ്പോഴാണ് ഹെൽത്ത് എന്നുള്ളത് എന്തുള്ളൂ നമ്മൾ കൃത്യമായി ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 4 തൂണുകൾ ഏതൊക്കെയാണ്? 1, അവനവനെ അറിഞ്ഞിട്ടുള്ള ഭക്ഷണം. എൻ്റെ ശരീരത്തിൻ്റെ ന്യൂനതകൾ ഞാൻ മനസ്സിലാക്കിയിട്ട്, ഡയറ്റ് എന്നത് പുറത്തേക്ക് ന്യൂട്രിയൻ്റ് സപ്പോർട്ട് എന്നാണ് പറയേണ്ടത്. നമ്മളെപ്പോഴും ഡയറ്റിനെ കുറിച്ച് സംസാരിക്കാറുള്ളൂ. ന്യൂട്രിയൻ സപ്പോർട്ടുകൾ, എൻ്റെ ശരീരത്തിൽ കാൽസ്യക്കുറവുണ്ടോ, വൈറ്റമിൻ ഡിഫിഷ്യൻസി ഉണ്ടോ, മറ്റെന്തെല്ലാം മൂലകങ്ങൾ കുറവുണ്ട്, അത് ഏത് ഭക്ഷണത്തിലൂടെ എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും നമ്മളറിയണം.
ആ ഭക്ഷണങ്ങളാണ് നമുക്കുള്ള ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത്. എന്തൊക്കെയാണ് കൂടുതലുള്ളത്, അപ്പോൾ നമ്മൾ എന്തൊക്കെ മാറ്റി നിർത്തപ്പെടും, അത് നമ്മൾ അറിയണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഭക്ഷണ സംസ്കാരം തന്നെ മാറും. ഇതേക്കുറിച്ച് ഇന്ന് നമുക്ക് ആർക്കും അറിയില്ല. അറിയോ? ഇല്ല, ഇപ്പോൾ എക്സാമ്പിൾ വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വിറ്റാമിൻ ഡി മാത്രമല്ല, വിറ്റാമിൻ B12, ഇപ്പോൾ രക്തക്കുറവുകൾക്ക് പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ രക്തക്കുറവുകളുള്ള ആളുകൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പോൾ 2 എക്സസൈസുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. എക്സസൈസ് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം? എക്സസൈസുകളും കൃത്യമായിട്ടും ഷെഡ്യൂൾ ചെയ്യപ്പെടണമെങ്കിൽ ആദ്യം അറിയേണ്ടത് എന്താണ് എക്സസൈസ് എന്നുള്ളതാണ്. രാവിലെ നടത്തുന്ന എക്സസൈസ് ആണോ? ആണോ? എങ്ങനെയാവും? അപ്പോൾ എക്സസൈസിൻ്റെ എന്താ? അല്ല, ഒന്നും ചെയ്യാത്തവർക്ക് നടത്തെങ്കിലും വേണമെന്നാണ്. അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മുട്ടുവേദന ഉണ്ടാവും, നടുവേദന ഉണ്ടാവും, പെരേ പോയി കിടക്കും. അപ്പോൾ ഞാൻ പറയുന്ന മുമ്പ് അല്ല, നമ്മള് ഇപ്പോ നിലവിലിപ്പോ ഒരുപാട് ഓട്ടക്കാരും നടത്തക്കാരും ഉണ്ട് നമ്മളെ നാട്ടില്. ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എപ്പോഴും 40 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ പ്രയോറിറ്റി ബേസ് ചെയ്താണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയത്, അല്ലേ? 20, 25, 30, 35 വയസ്സുള്ളവൻ ഓടുന്നുണ്ട്. ശരീരത്തിൻ്റെ സിസ്റ്റം വേറെയാണ്. 20 വയസ്സ് വരെ ശരീരത്തിൻ്റെ സെല്ലുകളുടെ ഗ്രോത്ത് ലെവലുകളാണ്. 20 മുതൽ 35, 40 വയസ്സ് വരെ ഗ്രോത്തും ഡെത്തും ഈക്വലാണ് സെല്ലുകൾ. 40 വയസ്സ് കഴിഞ്ഞാൽ ഗ്രോത്ത് ലെവലുകൾ കുറയുകയും ഡെത്ത് ലെവലുകൾ കൂടുകയും ചെയ്യും. സെല്ലുകൾ ഡാമേജ് ആകുന്നു. റൈറ്റ്? പിന്നെ രണ്ടാമതായിട്ട് സെല്ലുകൾ ഡാമേജ് വന്ന സെല്ലുകളെ റിപ്പയർ ചെയ്യുന്നൊരു പർപ്പസ് ഉണ്ട്. ഈ റിപ്പയർ ചെയ്യുന്ന ആളാരാ? ബ്രെയിൻ, അല്ലേ? അത് ഉറക്കത്തിലാണ് സംഭവിക്കുന്നത്. പക്ഷേ ആ സെല്ലുകളുടെ ഡെത്തുകൾ അത് തിരിച്ചറിയണമെങ്കിൽ ന്യൂറോ സെൻസുകൾ കൃത്യമാവണം ബോഡിയിൽ. വേണ്ടേ? തടസ്സങ്ങളില്ലാണ്ട് ഈ വയർലെസ് മെസ്സേജുകൾ ബ്രെയിനിൽ എത്തുമ്പോഴാണ്, അല്ലേ, ഫൈബർ ഒപ്റ്റിക്കലിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒപ്റ്റിക്കൽ കട്ടുണ്ടെങ്കിലോ എല്ലാ സിഗ്നലും ഒരേപോലെ കിട്ടുമോ? കിട്ടില്ല. ഇതാണ് ശരീരത്തിൽ ന്യൂറോ സെൻസ്. അപ്പോൾ സെല്ലുകളുടെ റിപ്പയറിങ് സെൻസ് തലച്ചോറ് തിരിച്ചറിയണം. അപ്പോൾ തലച്ചോറ് എന്ത് വേണം? ആ ന്യൂറോ പാസ് ചെയ്യുന്ന പാത്തുകൾ ക്ലിയർ ആക്കിയിരിക്കണം. ഈ സെല്ലുകൾക്ക് ആവശ്യമുള്ള ഓക്സിജനും ഗ്ലൂക്കോസും എസെൻഷ്യൽ എലമെൻറ്റുകളും കൃത്യമായി കിട്ടണം, അല്ലേ? അപ്പോൾ ഓക്സിജൻ കിട്ടണമെങ്കിൽ 35 വയസ്സ് കഴിയുമ്പോൾ എന്ത് ചെയ്തു? ലങ്സിൻ്റെ കപ്പാസിറ്റി കുറയാൻ തുടങ്ങും. ശരിയല്ലേ? അപ്പം നമ്മളുടെ എക്സസൈസുകളിൽ പൾമനറി സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യാനുള്ള എക്സസൈസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. എങ്ങനെ ഓടണമെന്ന് പറയാം, എങ്ങനെ നടക്കണമെന്നും പറയാം. പിന്നീട് നമ്മുടെ കാർഡിയോ വസ്കുലർ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യണം. ഹാർട്ടിനും മസിലുകളാണ്. ആ മസിലുകൾ ഡെവലപ്പായിരിക്കണം. ആ മസിലുകൾക്ക് കൃത്യമായ രീതിയിൽ ബ്ലഡും ഓക്സിജനും അവിടേക്കും എത്തണം. അവിടെ ബ്ലോക്ക് ഉണ്ടാവാൻ പാടില്ല. ഇനിയുണ്ട്. പിന്നെന്താ? ബാലൻസ് ചെയ്യപ്പെടുന്നതും ബോഡിയെ കോർഡിനേറ്റ് ചെയ്യുന്നതായിട്ടുള്ള സിസ്റ്റങ്ങളുണ്ട്. എക്സസൈസിലൂടെ അതിനും ഡെവലപ്മെൻറ്റ് വേണം. ഒന്നുകൂടെ ഉണ്ട്. ഏതാണെന്നറിയാം? ശരീരത്തിൻ്റെ പോസ്ചർ കറക്ഷൻസ്. ശരീരം എല്ലാ പാർട്ടുകളും ഒരേപോലെ ആയിരിക്കണമെന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എക്സസൈസിലൂടെ ശരീരത്തിൻ്റെ പോസ്ചറുകളെ, ശരീരത്തിൻ്റെ ഒരേ രീതിയിലുള്ള ബലവും താങ്ങുമൊക്കെ ശരീരത്തിന് ഒരേപോലെ ആയിരിക്കണം. മൂവ്മെൻറ്റുകൾ ഒരേപോലെ ആയിരിക്കണം. അപ്പോഴാണ് എക്സസൈസുകൾ ആ രീതിയിലാണ് ചിട്ടപ്പെടുത്തുന്നത്. ഇനി ഒന്നുകൂടെ ഉണ്ട്. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞേ? ചെയ്ത് പറഞ്ഞു തോന്നുന്നില്ല. ഉറക്കം, അല്ലേ? ഉറക്കം കൃത്യമാവാത്തിടത്തോളം ബോഡി ഡാമേജാണ്. അപ്പോൾ 4ാമത്തെ പില്ലർ ഇന്നത്തെ യുവതലമുറ. അവരൊരു പക്ഷേ തോന്നിയ പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. രാത്രി അർദ്ധരാത്രിയിലാണ് ഭക്ഷണം കഴിക്കുന്നത് മിക്കവാറും ആളുകൾ. എന്നിട്ടോ അത് ദഹിക്കുന്നതിന് മുമ്പേ രാത്രി 12 മണിക്ക് ഭക്ഷണം കഴിക്കും, ഒന്ന് കിടന്നുറങ്ങും. 10 മണിക്ക് ഭക്ഷണം കഴിച്ച് 12 മണിക്ക് ഉറങ്ങിയാലും പ്രശ്നം തന്നെയാണ്, അല്ലേ? അപ്പോൾ ഞാൻ കൂടുതൽ നമുക്ക് സംസാരിക്കാനും ക്ലാസ് ചെയ്യാനില്ല. വളരെ ചുരുക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ വിശദം. അതായത് ഇപ്പോൾ നമ്മൾ ഈ ന്യൂറോ സൈഡ് പറഞ്ഞല്ലോ നിങ്ങൾ. ഈ ന്യൂറോ സൈഡിനേക്കും നമുക്ക് ഈ എക്സസൈസുകളെ കൊണ്ട് ആ സൈഡിനെ ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നോർമലി ന്യൂറോ എക്സസൈസുകളുണ്ട്. പലപ്പോഴും ചെയ്താൽ മതി. ന്യൂറോ എക്സസൈസുകൾ മാത്രമല്ല, ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്നുള്ളൊരു പാർട്ട് കൂടെ ഉണ്ട്. നമ്മളെപ്പോഴും പറയും ഞങ്ങൾ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാറുണ്ടെന്ന് പറയും. ബട്ട് സ്ട്രെച്ചിങ് എക്സസൈസ് എന്നുള്ളത് ഫ്ലെക്സിബിലിറ്റിയിലേക്കുള്ള ഒരു വഴിയാണ്. സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല നമുക്ക് എന്ത് ചെയ്യേണ്ടത്.
തീരുമാനിക്കേണ്ടത്. എൻ്റെ ബോഡി എത്രത്തോളം ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളതാണ്. കറക്റ്റ് അല്ലേ? തീർച്ചയായിട്ടും ശരിയാണ് അല്ലേ? ഞാൻ സ്ട്രെങ്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല, എൻ്റെ മസിലുകൾ എത്രത്തോളം പവർഫുള്ളാണ്, മൂവ്മെൻറ്റബിൾ ആണ് എന്നുള്ളതാണ്. ചലിക്കാനും ഭാരം ഉയർത്താനുള്ള കപ്പാസിറ്റിയാണ്. അതിനർത്ഥം 200, 250, 300 കിലോ വെയിറ്റ് എടുക്കുക എന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ശരീരത്തെ ഫ്ലെക്സിബിൾ ആക്കുക, 2 മസിലുകൾ, ഹൃദയത്തിൻ്റെ ശ്വാസകോശത്തിൻ്റെയും ആരോഗ്യം തിരിച്ചു കൊണ്ടുവരിക, 3ാമതായിട്ട് ശരീരത്തെ ബലവത്താക്കുക, ചലിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയിരിക്കുക. മനസ്സിലായല്ലോ? ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അംഗവൈകല്യമുള്ള ആളുകളുടെ കേസിലൊക്കെ ഒരുപക്ഷെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നടക്കാൻ കഴിയാത്ത ആളുകൾ കംപ്ലീറ്റ് ചെയ്യാം. ഉറക്കം തീർച്ചയായിട്ടും അല്ലേ? ഓക്കെ ഉറക്കം കൃത്യമാക്കുക. 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങിയിരിക്കണം. അതാണ് റിക്കവറി. ഇപ്പോഴത്തെ യുവാക്കള് അധികം ഉറക്കല്ല. മൊബൈൽമേലും രാത്രി 12 മണിക്കാണ് വീട്ടിലെത്തുള്ളൂ. അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. പക്ഷെ അവര് ഒരു 5 മണിക്കൂർ ഉറങ്ങിയിട്ട് രാവിലെ വന്നിട്ട് ജിം ചെയ്യുമ്പോൾ എന്താ അതിൽ ഏറ്റവും വലിയ അപകടം സംഭവിക്കുക എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിലുകളെ സ്ട്രെയിൻ ചെയ്യിക്കുന്നു, മസിലുകൾക്ക് റിക്കവറിക്ക് ടൈം കൊടുക്കുന്നില്ല. ഇല്ല, റിക്കവറി ഇല്ലാത്തൊരു കാര്യത്തെ വീണ്ടും അവർ സ്ട്രെയിൻ ചെയ്യിക്കുകയാണ്. എന്ത് ഡാമേജും സംഭവിക്കാം. ഈവൻ ഹാർട്ടിന് മസിലാണ്, അറ്റാക്ക് ഉണ്ടാവാം, മസിലുകൾക്ക് ഡാമേജ് ഉണ്ടാക്കാം. മസിലുകൾ എപ്പോഴും ഒരു കാര്യം കൂടി ചിന്തിക്കുക, വ്യായാമത്തിലൂടെ എല്ലാ മസിലുകൾ ഡെവലപ്പ് ആകുന്നത്. കൃത്യമായിട്ട് വ്യായാമം ചെയ്ത് കഴിഞ്ഞ ശേഷം അത് റിക്കവറി ടൈം കൊടുക്കുമ്പോഴാണ് വ്യായാമം ശരിക്കും മസിലുകളെ ഷഫിൾ ചെയ്യുക. ഈ ഷഫിൾ ചെയ്ത മസിലുകൾക്കിടയിലേക്ക് ഓക്സിജനും ഗ്ലൂക്കോസും എസെൻഷ്യൽ എലമെൻറ്റുകളും കൃത്യമായ അളവിൽ കിട്ടിയിട്ട് അതിനെ റെസ്റ്റ് ടൈം കൊടുക്കുമ്പോഴേ ഡെവലപ്പ് ആവുള്ളൂ. പക്ഷെ നമ്മൾ റെസ്റ്റ് കൊടുക്കാറുണ്ടോ? കറക്റ്റ്. നമ്മൾ പലപ്പോഴും നിങ്ങൾക്കറിയാം, സ്ട്രെങ്ത് കൊടുത്താൽ നമ്മൾ 48 മണിക്കൂർ നേരത്തേക്ക് പിന്നെ സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ല, കൊടുക്കില്ല. അപ്പോൾ ഡെയിലി ഓടുന്ന ഒരാൾക്ക് ഡെയിലി എല്ലാ ശരീരത്തിനും ഒരേ മാതിരിക്കല്ലേ? ഞാൻ ഡെയിലി ഓടുന്ന ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ സമയത്ത് പലപ്പോഴും ഇതിനകത്ത് വലിയൊരു അപകടം കാണാം. നമ്മൾ ഈ ഓട്ടം നടത്തുമായിട്ട് തന്നെ ഒരുമിച്ച് പറയാം. നമ്മൾ പലപ്പോഴും ഷുഗർ, ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസിനോട് ഡോക്ടർമാർ പറയും, എല്ലാവരും അല്ല, ചിലർ പറയും നടക്കണോട്ടാന്ന് പറയും. സ്വാഭാവികമായിട്ടോ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് മൂലം അവരുടെ മസിലുകൾക്ക് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. ശരിയല്ലേ? മസിൽ വീക്കാണ്. ഈ മസിൽ വീക്കായ ഒരാൾ, കാലിൻ്റെ മസിലുകൾ വീക്കാണല്ലോ, ഇയാൾ നടക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? മുട്ട് ഡാമേജ് ആവും. ശരിയല്ലേ? നമ്മളുടെ സിസ്റ്റത്തിൽ ഇത് പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാം. ഞങ്ങളൊരാളെ ആദ്യം പഠിക്കുക ചെയ്യുക, അവൻ്റെ മസിലുകളുടെ സ്ട്രെങ്ത് പഠിക്കും, അവൻ്റെ കാലുകൾക്ക് അവൻ്റെ ശരീരത്തെ താങ്ങി നിർത്താൻ കപ്പാസിറ്റി ഉണ്ടെന്ന് പഠിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്ട്രെങ്ത് കൊടുക്കാൻ പറയും. സ്ട്രെങ്ത് ആകുന്നത് വരെ അവൻ്റെ കോറ്, അവൻ്റെ കാലുകൾക്ക് സ്ട്രെങ്ത് ആകുന്നത് വരെ അവനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യിക്കില്ല? ഹാർഡായിട്ടുള്ള ഒരു എക്സസൈസ് ഒരിക്കലും ഹാർഡല്ല, സ്മാർട്ടാണ്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യപ്പെടുന്നത് അവരുടെ ശരീരത്തിനനുസരിച്ചിട്ടാണ്. ഓരോ വ്യക്തി അങ്ങനെ വേണ്ടേ? ശരിക്കും അവനവന് വേണ്ടിയിട്ടാണ് ശരീരത്തിൽ എക്സസൈസുകൾ ഡിസൈൻ ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ ഒരിക്കലും എന്തല്ല, വ്യത്യസ്തരല്ല. കറക്റ്റ്, വ്യത്യസ്തരാണ് ഓരോ ആളുകളും. ഒരാളുടെയും ശരീരത്തിൻ്റെ ശൈലി വ്യത്യാസമാണ്, മസിലുകളുടെ സ്ട്രെങ്ത് വ്യത്യാസമാണ്, പാരമ്പര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അവർക്ക്, അല്ലേ? അവരുടെ ഗോളുകൾ വ്യത്യസ്തമാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ നിങ്ങളെ സ്റ്റാറ്റസിലുള്ള വീഡിയോയിലൊക്കെ ആണുങ്ങളെ മാത്രമേ കാണാം, പെണ്ണുങ്ങൾക്ക് എന്താ ആരോഗ്യം വേണം? തീർച്ചയായിട്ടും. ഞാൻ ഒരു കാര്യത്തിൽ വ്യത്യസ്തനാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ സ്ട്രെസ് ബേസ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരാളാണ്. സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല. ഞാൻ എന്താ എക്സസൈസ് ചെയ്യുമ്പോൾ പറയില്ല, ചിരിക്കാനും കളിക്കാനുമാണ്, തമാശകളാണ് പറയാറ് എപ്പോഴും, അല്ലേ? പലപ്പോഴും നമ്മുടെ മലപ്പുറത്തിൻ്റെ കൾച്ചർ വെച്ചിട്ട് ഒരു സ്ത്രീയും പുരുഷനും ഒരേ സ്ഥലത്ത് നിന്നിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ പുരുഷന്മാരുടെ കൾച്ചർ വ്യത്യാസമാണ്. തുറച്ചു നോട്ടം, പ്രശ്നങ്ങൾ. ഒരു സ്ത്രീക്ക് കംഫർട്ടായിട്ട് എക്സസൈസ് ചെയ്യാൻ കഴിയുമോ? കൂടെ വന്നിട്ട് ഉണ്ടാവില്ല. എപ്പോഴും അവർ മറ്റുള്ളവരുടെ കണ്ണുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോന്നാണ് ചോദിക്കുക. അവർക്കൊരു ടെൻഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ട് മിക്സഡ് ജിം ആയിരിക്കാം. പക്ഷേ എൻ്റെ സിസ്റ്റം അങ്ങനെ അവർ സേഫായിട്ടുള്ളൊരു പാർട്ടാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. അവർ സേഫ് അല്ലാത്തൊരു ഭാഗമാണെങ്കിൽ ഐ എം നോട്ട് ഇൻട്രസ്റ്റ്. ബിക്കോസ് ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ സ്ട്രെസ്സായ അവസ്ഥയിൽ ഒരിക്കലും പോയിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. സ്ട്രെസ്സായ അവസ്ഥയിൽ നിങ്ങൾ സ്ട്രെയിൻ ചെയ്യുന്ന എക്സസൈസുകൾക്ക് അപ്പുറത്തേക്ക് റിലാക്സ് ചെയ്യുന്ന എക്സസൈസുകളാണ് വേണ്ടത്. മെഡിറ്റേഷൻ, യോഗ, സ്ലോലിയുള്ള നടത്തങ്ങൾ, നിങ്ങൾ സ്ട്രെസ്സിൻ്റെ പുറത്ത് ചെയ്യേണ്ട എക്സസൈസുകൾ അതാണ്.
അതായത് ഏത് രീതിയിലുള്ള സ്ട്രെസ്സുകളുള്ള സമയമാണെങ്കിലും അയാളെ സ്വയം ഐഡന്റിഫൈ ഓവർലോഡ് ഓവർലോഡിലേക്ക് വരാൻ പാടില്ല. അതായത് ദോഷം സ്ട്രെസ്സിന് വരെ വ്യായാമം കൊണ്ട്. സ്ട്രെസ് മാത്രമല്ല, ഞാൻ പറയില്ലേ, വ്യായാമം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, അതൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. രോഗികൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് രോഗികൾക്ക് ചിട്ടപ്പെടുത്തി കൊടുത്താൽ, പ്രത്യേകിച്ച് ആ രോഗിയെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറുടെ സപ്പോർട്ടോട് കൂടിയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് അതിനകത്തുണ്ടാവും. ഈവൻ പല പഠനങ്ങളിലും ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് വരെ വ്യായാമങ്ങളുണ്ട്. അതവരുടെ ബോഡിയുടെ അണുബാധ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ്, അവരുടെ മുറിവുകൾ, ഇതിനെല്ലാം ഡിപ്പെൻഡാണ്. പക്ഷെ അത് റെഫർ ചെയ്യേണ്ട അവരുടെ ഡോക്ടറാണ്. അതായത് ആ രോഗി കൂടി മെന്റലി അതിന് തയ്യാറാവണം. ഇപ്പോൾ ഡോക്ടേഴ്സ് ആയി കഴിഞ്ഞാലും അധ്യാപകരായി കഴിഞ്ഞാലും ഓരോ ഭാഗത്തുനിന്ന് ഈ കാലഘട്ടത്തിനനുസരിച്ച് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത്? വ്യായാമങ്ങളെ കുറിച്ചിട്ട് അവർ കൂടുതലായിട്ട് പഠിക്കാൻ നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അല്ല അവര് സ്റ്റുഡൻസിന് എന്ത് സന്ദേശങ്ങളാണ് കൈമാറേണ്ടത്? സ്റ്റുഡൻസ് മീൻസ് അവരുടെ അധ്യാപകര് അവരെ റോള് ഈ കാലഘട്ടത്തിന്. അധ്യാപകർ അവരുടെ റോളല്ല, വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മാറ്റം വരുത്തണം. അധ്യാപകരുടെ റോളിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അധ്യാപകർ അവർക്ക് കൊടുത്ത പാർട്ട് എന്താണോ അത് നിർവഹിക്കുന്നത് മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസ വിദഗ്ധരാണ് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങളിൽ വരുത്തേണ്ടത്. തീർച്ചയായിട്ടും അതിൽപ്പെട്ട ഞാനെപ്പോഴും പറയുന്ന, വർഷങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പല രീതിയിലും പല ആളുകളോടും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ കരിക്കുലത്തിൽ ഫസ്റ്റ് എയ്ഡുകളെ കുറിച്ച് പഠിപ്പിക്കുക, ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെ കുറിച്ച് പഠിപ്പിക്കുക, പ്രിവെൻറ്റീവ് മെത്തേഡുകളെ കുറിച്ച് പഠിപ്പിക്കുക, അല്ലേ? ഇതെല്ലാം വേണ്ട. ഇത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എവിടെയാണ്? ഇല്ല. ഇപ്പോൾ മാറ്റങ്ങളുണ്ട് തീർച്ചയായിട്ടും. അവരെന്താണ് ചെയ്യേണ്ടത്? അല്ല, ഡോക്ടേഴ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പുതിയ ജനറേഷനിലുള്ള ഡോക്ടർമാർ ഒരുപാട് അപ്ഡേറ്റഡാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർമാർ അപ്ഡേറ്റഡ് ആവുക. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ചില ആളുകൾ ഇപ്പോഴും റിസ്കുകൾ ഏറ്റെടുക്കാൻ തയ്യാറാവാറില്ല. തീർച്ചയായിട്ടും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. ഞാനൊരു ഗർഭിണികളെ പറ്റിയിട്ട് ഇപ്പോൾ സിസേറിയൻ ഒരുപാട് കൂടി തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽപ്പെട്ട ഒരു ഗൈനക് ഡോക്ടറോട് സംസാരിച്ചു, ഡോക്ടറെ, നമുക്കൊരു സേഫ്റ്റി പീരീഡ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ലൈറ്റ് സ്ട്രെച്ചിങ് എക്സസൈസുകൾ, യോഗ പോലുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ട് മെഡിറ്റേഷൻ പാർട്ടുകൾ, ഇതെല്ലാം ഗർഭിണികൾക്ക് ആവശ്യമാണ്. കാരണം ഗർഭിണികൾ എപ്പോഴും സ്ട്രെസ് കൂടുതലായിരിക്കും. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റിനുള്ള എന്ത് സൗകര്യങ്ങൾ അവർ കൊടുത്തേ? ഒന്നുമില്ല. ഗർഭിണികൾ മാത്രമല്ല, അതിന് മുമ്പേ മാറ്റം വരുത്തേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ തലമുറ ഒരു പ്രസവം കഴിഞ്ഞാൽ നടുവേദന, അല്ലേ? ഒരു ഗർഭസ്ഥ ശിശുവിനെ ചുമക്കാനുള്ള കപ്പാസിറ്റി അവരുടെ ബാക്ക് ബോണിലുണ്ടോ? സ്ട്രെങ്ത് ഇല്ല. എല്ലാ ജോലികളും മെഷീനായില്ല. കറക്റ്റ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു, എന്ത് ഒരു കല്യാണം ആലോചിക്കുന്നതിന് മുമ്പ് അവരുടെ ഹെറിഡിറ്ററി പഠിക്കാൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ. ഞാൻ പറയുന്നു, അത് മാത്രമല്ല ചോദിക്കേണ്ടത്, ആ പെൺകുട്ടിയുടെ റിസ്ക് സ്റ്റഡി വേണം. എന്നിട്ട് ഗർഭം ധരിക്കാൻ പാടുള്ളൂ. ആ ശരീരത്തിലെ, ആ പെൺകുട്ടിയുടെ ശരീരത്തിലെ പോരായ്മകളാണ് ഗർഭസ്ഥ ശിശുവിലേക്ക് എത്തുന്നത്, അല്ലേ? ഒരു പെൺകുട്ടി ഗർഭം ധരിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടും അവളുടെ ശരീരത്തെക്കുറിച്ച് പഠിച്ചിട്ട് അവളുടെ ശരീരത്തിൻ്റെ പോരായ്മകൾ മാറ്റണം. 30 യുവാക്കൾ പ്രോട്ടീൻ പൗഡർ അടിച്ചിട്ട് വീർക്കാൻ, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോഴത്തെ യുവാക്കൾ എല്ലാവരും പ്രോട്ടീൻ ഒന്ന്, നമ്മൾക്ക് ബോഡിക്കുള്ള ആവശ്യങ്ങൾ നിറവേറണം. അതിനർത്ഥം ഞാൻ എന്തല്ല, അതിനൊന്നും എതിരല്ല. പ്രോട്ടീൻ കഴിക്കേണ്ട ആവശ്യം വന്നാൽ കഴിക്കണം, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പ്രോട്ടീൻ ലോസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് പലപ്പോഴും കാണുന്നതാണ്, കുറച്ച് എക്സസൈസ് ചെയ്യുമ്പോൾ കൈകാലും മസിലൊക്കെ വേദന, പ്രശ്നങ്ങൾ, ഡാമേജുകളൊക്കെ തുടങ്ങും. ഇതിനർത്ഥം എസൻഷ്യൽ എലമെൻറ്റുകൾ നമ്മുടെ ശരീരത്തിൽ, നമ്മളൊരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിലെ നമ്മളുടെ ആവശ്യമുള്ള, നമ്മളുടെ ഡെയിലി റുട്ടീനുകളും നമ്മളുടെ ആക്ടിവിറ്റികളും ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളതെന്ന് അതിൻ്റെ ഒരു വിദഗ്ധരെ കൊണ്ട് എന്ത് ചെയ്യണം? റിപ്പോർട്ട് ഉണ്ടാക്കണം. യെസ്, അത് കൃത്യമായ അളവിൽ ശരീരത്തിൽ എത്തണം. അതിനോട് ഞാൻ എതിർപ്പല്ല. അമിതമായ രീതിയിൽ അടിച്ചു കയറ്റുന്നതിനോട് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അനാവശ്യമായ രീതിയിൽ പലപ്പോഴും എനർജി ഡ്രിങ്ക്സുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊരു അഡിക്ഷനിലേക്ക് നാളെ മാറാം. കാരണം നാച്ചുറലായിട്ടുള്ള പല കാര്യങ്ങളും ശരീരം എന്ത് ചെയ്യില്ല, നിർത്തിപ്പോകും. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളോട് ഞാൻ എതിർപ്പല്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രോട്ടീൻ ഉപയോഗിക്കുന്നതിന് മുമ്പോ
എനർജി ഡ്രിങ്ക്സുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പോ മറ്റേതെങ്കിലും രീതിയിലുള്ള സപ്ലിമെൻറ്റുകൾ യൂസ് ചെയ്യുന്നതിന് മുമ്പോ അവനവനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അത് ആവശ്യമുള്ളതാണോ എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ, സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത ആളുകൾ. വിദഗ്ധർ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാൻ തീരെ യോജിക്കാത്ത പല കാര്യങ്ങളുണ്ട്. കൃത്യമായ പഠനങ്ങളില്ലാണ്ട് പല ഫിറ്റ്നസ് സെൻ്ററുകളിലും തോന്നിയ പോലെ പ്രോട്ടീൻ പൗഡറുകൾ എന്ത് ചെയ്യും, കൊടുക്കാറുണ്ട്. അത് അവരെ ലാഭം മാത്രമേ നോക്കൂ. യെസ്, കറക്റ്റ്. അപ്പോൾ ഈ പൗഡർ തന്നെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും അങ്ങനെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ പൗഡർ ഒരു സ്കൂപ്പ് എടുക്കുമ്പോൾ 30 ഗ്രാമിൻ്റെ ഒരു സ്കൂപ്പിനകത്ത് എത്ര % പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും ഇത് കുടിക്കുന്നോ നോക്കാറൊന്നുമില്ല. അവൻ്റെ ശരീരത്തിൻ്റെ ബോഡി വെയ്റ്റിൻ്റെ എത്ര ശതമാനം വേണം എന്നുള്ളത് അവൻ എന്ത് ചെയ്യാറില്ല, കൃത്യമായിട്ട് പഠിക്കാറൊന്നുമില്ല. തോന്നിയ പോലെ ഉപയോഗിക്കാറ്. അപ്പോൾ ഒരു ശരീരത്തിന് എത്ര ഗ്രാം പ്രോട്ടീൻ കൃത്യമായിട്ടും. ഞാൻ എന്തുകൊണ്ട് അത് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയേണ്ടത് ക്ലിനിക്കൽ ന്യൂട്രീഷൻ. ഞാൻ നിങ്ങളോട് പറയുന്നത് എക്സസൈസുകളെ കുറിച്ചാണ്. കാരണം ഞാൻ ആധികാരികമായി പഠിച്ച മേഖലകളെക്കുറിച്ച് മാത്രം സംസാരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാൻ മെഡിസിൻ പ്രിപ്പയർ ചെയ്യാറില്ല. മെഡിസിനാണെന്ന് പറഞ്ഞിട്ട് ഒരു പച്ചവെള്ളം പോലും ഞാൻ എൻ്റെ ആളുകൾ കൊടുക്കില്ല. മെഡിസിൻ കൊടുക്കേണ്ടതും രോഗങ്ങളെ കണ്ടെത്തേണ്ടതും ആരാണ്? ഡോക്ടേഴ്സാണ് അല്ലേ? ഭക്ഷണങ്ങളെ പറ്റിയിട്ടും ന്യൂട്രിയൻ സപ്പോർട്ടുകളെ കുറിച്ചും നിങ്ങളോട് സംസാരിക്കേണ്ടത് ക്ലിനിക്കൽ ന്യൂട്രീഷനാണ് അല്ലേ? നിങ്ങളുടെ ശരീരത്തിൻ്റെ ചലനങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അപാകതകളും കണ്ടെത്തേണ്ടതും അത് പരിഹരിക്കാനുള്ള പ്രാഥമിക കാര്യങ്ങൾ ചെയ്യേണ്ടതും ഫിസിയോതെറാപ്പിസ്റ്റോ അതുമായിട്ട് പഠനം നടത്തിയവരാണ് അല്ലേ? നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതെ, ഫേമസ് ആയിട്ടുള്ള പേഴ്സണൽ ട്രെയിനിങ് ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ പലപ്പോഴും അതായത് ഇന്ത്യക്ക് വെളിയിലുള്ള ആളുകളുണ്ട്. പാർലമെന്റിൽ ഉണ്ട്, MP-മാരുണ്ട്. അത് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ കേരളത്തിന് വെളിയിലുള്ള ചില ബിസിനസ്സുകാരുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ക്ലയൻറ്റുകളെ പറ്റിയിട്ട് എവിടെയെങ്കിലും നിങ്ങളോട് പറയാനിട്ടുണ്ടോ? ഇല്ല. പക്ഷേ തീർച്ചയായിട്ടും. കാരണം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹിസ്റ്ററി. നിങ്ങളെ പറ്റിയിട്ടുള്ള എല്ലാ ഹിസ്റ്ററികളും എനിക്കറിയുമ്പോൾ അത് എന്നിൽ തന്നെ നിൽക്കണം എന്നുള്ളത് എൻ്റെ മെഡിക്കൽ എത്തിക്സാണ്. പുറത്തു പോകാൻ പാടില്ല. തീർച്ചയായിട്ടും. രണ്ടാമതായിട്ട് എൻ്റെ കൂടെയുള്ള ഒരാളുടെ ന്യൂനത അപ്പുറത്തുള്ള ഒരാൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ന്യൂട്രിയൻസ് അല്ലേ? ഫിറ്റ്നസ് എന്നുള്ളത്, വ്യായാമങ്ങൾ എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിസ്റ്റങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ത്? റീപ്രൊഡക്റ്റീവ്സ് അല്ലേ? ഇൻറ്റിമസി ലൈഫുകളെല്ലാം, ഇതെല്ലാം ഇതിൻ്റെ പാർട്ടുകളാണ്. അപ്പോൾ ഒരാളുടെ ന്യൂനത, അവൻ്റെ സ്റ്റാമിന ലെവല്, അവൻ്റെ മസ്കുലാർ ഇഷ്യൂസ്, അവൻ്റെ ഇൻറ്റിമസി പ്രശ്നങ്ങൾ, ഇത് പരസ്പരം പങ്കുവെക്കാവുന്നില്ല. വ്യായാമങ്ങൾ, ജീവിതശൈലികൾ ചിട്ടപ്പെടുത്തേണ്ടത് നിങ്ങളുടെ മൊത്തം ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം മരുന്നുകളിലൂടെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് വിശ്വാസമില്ല. പക്ഷേ മരുന്നുകൾ ആവശ്യമാണ്. ശരീരത്തിൻ്റെ ലക്ഷണങ്ങളെ, രോഗലക്ഷണങ്ങളെ പ്രതിരോധിക്കാൻ മെഡിസിൻ ആവശ്യമാണ്. ആ മെഡിസിനോട് ചേർന്നിട്ട് തന്നെ ജീവിതശൈലികളും ക്രമപ്പെടുത്തത്തോടു കൂടി മാത്രമാണ് ഏതൊരു രോഗത്തിനും പരിഹാരമുള്ളൂ. പൂർണ്ണമായ പരിഹാരമുള്ളൂ. കാരണങ്ങളെ കണ്ടെത്തുകൂടെ വേണ്ടത്. ലക്ഷണങ്ങൾക്ക് മാത്രമല്ല ട്രീറ്റ്മെൻറ്റ് വേണ്ടത്. രോഗത്തിൻ്റെ കാരണങ്ങളുണ്ട്. കാരണങ്ങളെയാണ് കണ്ടെത്തേണ്ടത്. അത് 75% രോഗകാരണങ്ങളും അവനവൻ്റെ ജീവിതശൈലിയിലുള്ള ഡിസോർഡറുകളാണ്. ആ ഡിസോർഡറുകളെ കണ്ടെത്തി പരിഹരിക്കാത്തിടത്തോളം കാലം നമുക്കൊരിക്കലും പൂർണ്ണാർത്ഥത്തിൽ ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റി എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നത്, അതായത് ജസ്റ്റ് ഒരു ചോദ്യം, ഞാനിപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഞാനൊക്കെ കുറച്ച് നേരത്തെ വർക്കിന് പോകുന്ന സിസ്റ്റമുള്ള ആളാണ്, സർവേ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ബിസിനസ്സുകാർ ഒരു പക്ഷേ എല്ലാ ദിവസവും ഇതുപോലെ കൃത്യമായിട്ടൊരു സ്ഥലത്ത് വന്ന് ജിമ്മിന് പോകാനോ അല്ലെങ്കിൽ എക്സസൈസിന് പങ്കെടുക്കാനോ കഴിയാത്ത ആളുകളുണ്ടാവും. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ടൈപ്പ് ആളുകൾക്ക് നിങ്ങളൊരു മെസ്സേജ് എന്താ? നിങ്ങൾക്കൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളിപ്പോൾ ഒരു വേറെ കുറച്ച് പേഴ്സണലി കൊടുക്കുന്ന കേസ് പറഞ്ഞല്ലോ. അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ അങ്ങനത്തെ എക്സസൈസുകളാണോ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്? ഞാൻ പേഴ്സണലി കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, എന്നെ സമീപിക്കുന്ന ഏതൊരാളോടും പറച്ചിൽ സ്വന്തത്തെ പഠിക്കാനാണ്. അവരവരെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഈ ബിസിനസ്സുകാരെ നിങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചല്ലോ. പ്രധാനമായിട്ടും ബിസിനസ്സുകാർ ഫസ്റ്റ് ചെയ്യേണ്ട പണി എന്താ അറിയോ? ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കാര്യം. നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കാണപ്പെടുന്ന ബിസിനസ്സുകാർക്കാണ് ടൈം മാനേജ്മെൻറ്റ് ഇല്ലാത്തത്.
നിങ്ങൾക്ക് ഇന്ത്യക്ക് വെളിയിലുള്ള സ്ഥലത്ത് പോയിക്കോ. എല്ലാവരും പറയും ടൈമില്ല. ആർക്ക് എന്തിനു വേണ്ടി നിങ്ങൾ പൈസ ഉണ്ടാക്കും? ശരീരത്തെ സംരക്ഷിക്കാനും ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും. ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ടൈം മാനേജ്മെൻറ്റാണ്. ടൈം മാനേജ്മെൻറ്റോട് കൂടിയിട്ട് ആ ടൈം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നതോട് വിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമയം അതിനകത്ത് ഫിക്സ് ചെയ്യപ്പെടുക. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ടൈം ഫിക്സ് ചെയ്യപ്പെടുക. നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ടൈം ഫിക്സ് ചെയ്യപ്പെടുക. നിങ്ങൾ വേറെ ഒന്നുമില്ല, അത് മാത്രം. അതായത് 24 മണിക്കൂറിന് തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ സ്ട്രക്ചർ ചെയ്ത ഓരോ ടൈമുകളാണ് ചെയ്യപ്പെടുക. നമ്മൾ മോട്ടിവേഷൻ വീഡിയോസിലൊക്കെ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് പറയുന്ന പോലെ സ്ട്രക്ചർ ചെയ്യപ്പെടുന്നതോട് കൂടിയിട്ട് മാത്രമാണ്. പിന്നെ 2, ഓരോ ടൈപ്പിലുള്ള ആളുകൾക്കും അവരുടെ ജോലിക്കനുസരിച്ചിട്ട് അവരുടെ ശരീരത്തെ ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് സ്ട്രെസ്സ് കൂടുതലുണ്ട്, ഭയങ്കരമായ സ്ട്രെസ് എടുക്കുന്നുണ്ട്, ഫുൾ ടൈം ഇരിക്കുന്ന ജോലിയാണ്, ശരീരം ഇറങ്ങുന്നില്ല, പെട്ടെന്ന് വീക്കാവും, ബോഡി പെട്ടെന്ന് വീക്കാവുന്ന മാത്രമല്ല എല്ലാ രോഗസാധ്യത എവിടെയുണ്ട്. റിസ്ക് അസസ്മെൻറ്റ് ചെയ്ത സമയത്ത് നമ്മൾ പലപ്പോഴും പഠിക്കുന്ന ഒരു പാഠമുണ്ട്. ഒന്ന്, അവരുടെ ഹെറിഡിറ്ററി, അവൻ്റെ പാരമ്പര്യത്തിനകത്ത് അവർക്ക് ഉദാഹരണം പറയാം ഞാൻ, അവന് കാർഡിയോവാസ്കുലർ ഡിസീസുകൾ നമ്മൾ കാണുന്നു എന്ന് വെക്കാം. പാരമ്പര്യ രോഗങ്ങളിൽ അച്ഛനോ അമ്മ അല്ലെങ്കിൽ ആ ഒരു സഹോദരങ്ങളിൽ പാരമ്പര്യ രോഗങ്ങളിൽ കാർഡിയോവാസ്കുലർ ഡിസീസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ ജീവിതശൈലി ഈ ഡിസീസുകൾക്ക് യോജിക്കുന്ന രീതിയിലാണ്. അവൻ്റെ ഹോർമോണുകളിൽ മാറ്റങ്ങളുണ്ട്, ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ. ഇതുപോലെ തന്നെ ആക്ടിവിറ്റി ഒന്നുമില്ല, സ്ട്രെസ്സ് കൂടുതലാണ്, നടക്കുമ്പോൾ കിതപ്പുണ്ട്, പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് എന്ത് വരും? ചാൻസസ് കൂടുതലാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾക്ക്. ചാൻസ് കൂടുതലാണെന്ന് മാത്രമല്ല വലിയ സാധ്യത. പക്ഷേ ഇത് കൂടാതെ മറ്റൊരു പ്രശ്നം ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പലപ്പോഴും ഇത്തരം ആളുകളുടെ ഫാമിലി ലൈഫ് അത്രത്തോളം സുഖകരമാവില്ല. സെക്സ് ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം സ്ട്രെസ് അവരുടെ ന്യൂറോ സംവിധാനങ്ങളെ തകരാറിലാക്കുമ്പോൾ ആക്ടിവിറ്റികളുടെ കുറവ് മൂലം പലപ്പോഴും നമ്മളുടെ വയറ് ചാടിയിട്ടൊക്കെ കാണും. ഫസ്റ്റ് ഫാറ്റ് അറിയുന്ന ഫസ്റ്റ് ഫാറ്റ് എന്നറിയുന്ന പാർട്ട് വയറാ അല്ലേ? അതിൻ്റെ എത്രയോ ഇരട്ടി ഫാറ്റ് പെൽവിക്കിനകത്തേക്ക് കയറിയിട്ടുണ്ടാവും, താഴത്തുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പെൽവിക് ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓർഗൻസിലെ സർക്കുലേഷനും ന്യൂറോ ട്രാൻസ്മിഷനും ഈ കാരണം കൊണ്ട് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അല്ലേ? സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവരുടെ മസിലുകൾക്ക് ശക്തി ഉണ്ടാവില്ല, പെൽവിക് മസിലുകൾക്ക് ശക്തി നഷ്ടപ്പെടും അല്ലേ? ഇരുത്തം മാത്രം, വേറെ ഒന്നുമില്ല. ഞാനിനി മീൻസ് അതൊരു അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇനി ചിന്തിച്ചാൽ മതി ബാക്കി എന്താ ഉണ്ടാവുന്നുണ്ട്. ഇത് പുരുഷന്മാർക്ക് മാത്രമൊന്നുമല്ല, സ്ത്രീകളെ സംബന്ധിച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ ഒന്ന്, പ്രസവം കഴിഞ്ഞു സ്ത്രീകൾക്ക് ഒരുപാട് പിന്നെ പ്രസവരക്ഷാ ശുശ്രൂഷ കേന്ദ്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അല്ലേ? സ്വാഭാവികമായിട്ടും പെൽവിക് ഫ്ലോർ മസിലുകൾ, അതിലാണ് എന്ത് ചെയ്യുന്നത്? ഈ കുട്ടി കിടക്കുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഗർഭപാത്രം. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഔട്ടിങ്ങിൽ പെട്ട മറ്റൊന്നാണ് എന്ത്? യൂറിനറി ഒക്കെ അതിൽ ഔട്ടിങ്ങുള്ള ഈ മസിലുകൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ലോഡ് കാരണം ഒന്ന് ലൂസായി കിടക്കുന്നുണ്ടാവും. പ്രസവത്തോടു കൂടി അതെന്ത് ചെയ്യും? അതൊന്ന് റിവേഴ്സിലേക്ക് വരും. പക്ഷെ 60% വരുള്ളൂ, 40% വരില്ല. ഈ 40% വരണമെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യപ്പെടുന്ന വ്യായാമങ്ങളിലൂടെ പെൽവിക് ഫ്ലോർ മസിലുകൾക്ക് സ്ട്രെങ്ത് കൊടുക്കണം. അങ്ങനെ സ്ട്രെങ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉദാഹരണം നിങ്ങൾക്ക് സമൂഹത്തിലേക്ക് ഒന്ന് മൊത്തം നോക്കിയാൽ മതി. ഒരു ബഹുഭൂരിപക്ഷം സ്ത്രീകളിലും 1-2 പ്രസവം കഴിഞ്ഞിട്ട് അതൊന്ന് ചുമച്ചാൽ മൂത്രം പോയിട്ടുണ്ടാവും അല്ലേ? ഇത് അവരിലെ മൂത്രപ്രശ്നങ്ങൾ മാത്രമല്ല, അവരുടെ എന്താ പറയുക ഇൻറ്റിമസി ലൈഫിനെ കാര്യമായി ബാധിക്കാറുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും അടുത്തൊരു വിഷയവുമായിട്ട് തീർച്ചയായിട്ടും നമുക്കറിയാം. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഞാനൊരിക്കലും എൻ്റെ ക്ലയൻറ്റ് ലിസ്റ്റ് വിപുലീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല ഇങ്ങനൊരു മെസ്സേജ് ഞാൻ കൊടുത്തത്. ഒരു മെസ്സേജ്, സന്ദേശം. ആ സന്ദേശം ഒരിക്കലും ഞാൻ കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ ആരെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് തീർച്ചയായിട്ടും ഞാൻ ആരാണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും അവർക്ക് ജോയിൻ ചെയ്യാമല്ലോ. ഇപ്പോൾ ഒരു പക്ഷേ വർഷങ്ങളായിട്ട് ജോയിൻ ചെയ്യാം. വർഷങ്ങളായിട്ട് ജനങ്ങൾക്കിടയിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഈ മേഖലയിലും പല മേഖലയിലും ഞാൻ മെഡിക്കൽ ക്ലാസ്സുകൾക്ക് പോകാറുണ്ട്. ഓക്കെ, BLS ആയിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഒരു ജോലിയായിട്ടല്ല, പാഷൻ അല്ല. ഇതില് ഞാൻ ഒരു
വൈകാരികമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വിശ്വസിക്കുന്നത്, ഞാനൊരു വിശ്വാസിയാണ്, ഒരു ഈശ്വര വിശ്വാസിയാണ് ഞാനെന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഒരു മനുഷ്യന് എന്തൊന്നിലാണോ അനുഗ്രഹം കൊടുത്തത്, അവന് സമ്പത്തിൽ അനുഗ്രഹം കൊടുത്തെങ്കിൽ സമ്പത്ത് അവന് സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടണം. അവന് അറിവിൽ അനുഗ്രഹം കൊടുത്തെങ്കിൽ അറിവ് അവൻ സമൂഹത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടണം. അവന് ആരോഗ്യത്തിൽ അനുഗ്രഹം കൊടുത്തെങ്കിൽ ആരോഗ്യം അവന് സമൂഹത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെടണം. അതല്ലാത്തടത്തോളം ഒരു മനുഷ്യന്റെയും ജീവിതം പൂർണ്ണമല്ല. എൻ്റെ പാഷൻ, എൻ്റെ അറിവുകൾ, തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ദൈവാനുഗ്രഹം അതിന് കൂടെ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്ക് എന്ത് ചെയ്യുന്നത്, ഈ മേഖലയിലുള്ള ഒരുപാട് ആളുകൾ പരിചയപ്പെടുന്നതും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യും. അവരെന്നെ അവരുടെ ശിഷ്യനായിട്ട് സ്വീകരിക്കപ്പെടുന്നത്. കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള പല ഡോക്ടർമാരോടും ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവരെൻ്റെ ഗുരുനാഥന്മാരായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൽപ്പെട്ട ഒരാളാണ് വാര്യരൊക്കെ കോട്ടക്കൽ ആരോഗ്യശാലയിൽ ഡോക്ടർ വേണുഗോപാൽ സാറ്. എമർജൻസിയിൽ പലപ്പോഴും ഞാൻ സംശയങ്ങൾ ചോദിക്കാറുള്ള ക്യാൻസറിന്റെ വാര്യര് പോലുള്ള ഒരുപാട് ആളുകൾ. അപ്പോൾ ഇങ്ങനെ പല ആൾക്കാരും, അവരോടുള്ള ബന്ധങ്ങൾ എനിക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. സോ ഞാൻ എൻ്റെ അനുഗ്രഹത്തെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരല്പം വിനിയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും സന്തോഷം. നിങ്ങളെ വിലയേറിയ സമയം, പ്രത്യേകിച്ചും കോഴിക്കോട് പോകാനുള്ള ആളാണ്, നമ്മൾ കണ്ടു, സംസാരിക്കാൻ സമയം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ച് കമന്റ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. തീർച്ചയായിട്ടും പോസിറ്റീവും നെഗറ്റീവും നിങ്ങൾക്ക് പറയാം. കാരണം നിങ്ങളുടെ കമന്റുകളിൽ ഞങ്ങളോടുള്ള കുറെ പോസിറ്റീവുകളല്ല, നെഗറ്റീവുകളാണ്. അതായത് നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് തിരുത്തപ്പെടേണ്ടത്. ഞങ്ങളെ കൂടുതലായിട്ട് പഠിക്കാൻ പ്രേരിപ്പിക്കുന്നതും പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾക്കാണ് ഞങ്ങൾ വില കൽപ്പിക്കുക. ആ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ അഭിപ്രായങ്ങളാണ് ഞങ്ങളെ തിരുത്താൻ പ്രേരിപ്പിക്കുക. നന്ദി.